ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യം മുഴുവൻ ആശങ്കപ്പെട്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അഹമ്മദാബാദ് വിമാന ദുരന്തത്തെ കുറിച്ചുള്ള വാർത്തകളിലാണ്. അവിടെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. എന്താണ് ഈ ദുരന്തത്തിന് കാരണം എന്ന് കണ്ടെത്താനുള്ള പരിശോധന നടക്കുകയാണ്. ഇന്നലെ കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും വളരെ വിശദമായി തന്നെ പരിശോധിക്കും. DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണവും തുടരുകയാണ്. പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലെത്തി. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇന്നലെ DGCAയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ ചില വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ സംശയിച്ചിരുന്നതുപോലെ പക്ഷി ഇടിച്ചതോ അല്ലെങ്കിൽ അമിതഭാരമോ അല്ല എന്നത് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇനി അറിയേണ്ടത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റവും വിശ്വസ്തമായ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കകം താഴെ വീണത് എന്നതറിയേണ്ടത് ബോയിങ്ങിന് ആവശ്യമുണ്ട്, എയർ ഇന്ത്യക്ക് ആവശ്യമുണ്ട്, രാജ്യത്തിന് മുഴുവൻ അറിയേണ്ട ആവശ്യമുണ്ട്. ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്? ശ്രീജ, ഇപ്പോൾ അന്വേഷണം ഏതായാലും ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകേണ്ടതുണ്ട്. അതിനായി DNA സാമ്പിളുകളുടെ പരിശോധന ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 200-ലധികം പേരാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ സാമ്പിൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ മലയാളിയായ രഞ്ജിതയുടെ സഹോദരൻ ഇപ്പോൾ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് തിരിച്ചിരുന്നു. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നില്ല, അത് മുംബൈയിലായിരുന്നു ആദ്യം എത്തിയത്. അതിനുശേഷം 5:30 മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റിൽ ഇപ്പോൾ ഏതാണ്ട് 6:50 അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അരമണിക്കൂറിനകം തന്നെ ആശുപത്രിയിലെത്തും. ഏത് സാഹചര്യത്തിലാണ് നിലവിൽ മൃതദേഹമുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം പല മൃതദേഹങ്ങളും തിരിച്ചറിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഇന്ന് തന്നെ മൃതദേഹം വിട്ടു നൽകും എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അല്ലാത്ത പക്ഷം DNA പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. ഇത്തരം പരിശോധനയ്ക്ക് സ്വാഭാവികമായും ഏറ്റവും വേഗത്തിലാണെങ്കിൽ പോലും 78 മണിക്കൂർ എടുക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 2-3 ദിവസം കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഏതായാലും അത്തരത്തിൽ DNA പരിശോധന അടക്കമുള്ള പരിശോധന ഈ ഘട്ടത്തിൽ നടന്നു വരികയാണ്. ഒപ്പം ശ്രീജ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അന്വേഷണം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അന്വേഷണം നിലവിൽ AIB എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ മറ്റൊരു അന്വേഷണം കൂടി ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പരിശോധിക്കുന്നതിനായി ഒരു ഉന്നതതല സമിതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ വാർത്ത അറിയിക്കുന്നത്. അതായത് ഈ അഹമ്മദാബാദിലെ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾക്ക് പുറമെ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന് പുറമെ ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കമ്മിറ്റി പരിശോധിക്കും. അല്ലെങ്കിൽ നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പര്യാപ്തമാണോ തുടങ്ങിയ കാര്യങ്ങൾ കമ്മിറ്റി പരിശോധിക്കും. ഒപ്പം ഈ ഭാവിയിൽ ഇത്തരം അപകടം തടയാനുള്ള കാര്യങ്ങൾ കൂടി കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഈ കമ്മിറ്റിക്കുള്ളത്. ഏതായാലും ഈ കമ്മിറ്റിയെ 11 അംഗങ്ങൾ ഈ കമ്മിറ്റിയിലുണ്ട്. അതിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അംഗമാണ്. ഒപ്പം തന്നെ വ്യോമയാന സെക്രട്ടറി ഇതിൽ അംഗമാണ്. ഒപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി അംഗമാണ്. ഗുജറാത്ത് ആഭ്യന്തര സെക്രട്ടറി ഇതിൻ്റെ ഭാഗമാണ്. കൂടാതെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ അതോറിറ്റിയിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് അംഗങ്ങളാണ്. അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ അംഗങ്ങളാണ്. അങ്ങനെ ഒരു വിപുലമായ കമ്മിറ്റിക്കാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം ഈ ഘട്ടത്തിൽ രൂപം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും AIBയുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 28 മണിക്കൂറിന് ശേഷമാണ് ഈ അപകടത്തിൽ ഏറ്റവും നിർണായകമായ ചില വസ്തുക്കൾ കണ്ടെടുക്കാൻ ഇന്നലെ സാധിച്ചിരുന്നത്. കാരണം ഇന്നലെയാണ് ഇത്തരത്തിൽ FDR, അതായത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, ഇന്നലെ രാത്രിയാണ് കണ്ടെത്തിയിരുന്നത്. ബ്ലാക്ക് ബോക്സിന് തന്നെ പ്രധാനപ്പെട്ട ഭാഗമായ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ഇന്നലെ കണ്ടെത്താൻ സാധിച്ചിരുന്നു. സ്വാഭാവികമായും ഈ അപകടത്തിലേക്ക് നയിച്ച കാരണം എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ പരിശോധന നടക്കുമ്പോൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് AIBയും ഒപ്പം തന്നെ DGCAയും ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് CVR ആണ്. CVR കൂടി ഇനി കണ്ടെടുക്കേണ്ടതുണ്ട് എന്നുകൂടി ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം CVR കണ്ടെടുത്താൽ, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ കണ്ടെടുത്താൽ മാത്രമേ എന്തൊക്കെ കമാൻഡുകൾ ഈ അവസാന സമയത്ത് നൽകി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരാൻ സാധ്യതയുള്ളൂ. കാരണം
നേരത്തെ തന്നെ DGCA പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് മെയ്ഡേ കോൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അവസാന നിമിഷം സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം സംഭാഷണങ്ങളൊക്കെ തന്നെ ലഭ്യമാകണമെങ്കിൽ ഈ CVR അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അതിനായുള്ള പരിശോധന ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടക്കുകയും ചെയ്യുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി ചില കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് DVR അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. അത് ബ്ലാക്ക് ബോക്സ് ആണ് എന്ന തരത്തിലുള്ള ചില ആശയക്കുഴപ്പം, അത്തരമുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ വ്യോമയാന മന്ത്രാലയം ഇന്നലെ വൈകിട്ട് തന്നെ അക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. അത് DVR അത് ബ്ലാക്ക് ബോക്സിന്റെ ഭാഗമല്ല എന്ന് വ്യോമയാന മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം ഇന്നലെ ഗുജറാത്ത് ATS ആണ് അവിടെ നടത്തിയ പരിശോധനയിൽ നിന്ന് ഇത്തരത്തിൽ DVR കണ്ടെത്തിയത്. പക്ഷേ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയത് അത് ബ്ലാക്ക് ബോക്സിന്റെ ഭാഗമല്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും FDR കണ്ടെടുത്തിട്ടുണ്ട്. ഇനി CVR കൂടി കണ്ടെടുക്കേണ്ടതുണ്ട്. അതിനായുള്ള തിരച്ചിൽ ഇന്ന് തുടരുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ CVR കൂടി കണ്ടെടുത്താൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ അന്വേഷണം എത്താൻ സാധ്യതയുള്ളൂ. ഇന്നലെ ഈ വിമാനം പതിച്ച കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് ഇത്തരത്തിൽ FDR കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന തന്നെയായിരിക്കും ഇന്നും നടക്കുക. ഒപ്പം പല മൃതദേഹങ്ങൾ കൂടി ആളുകളെ കാണാനില്ലെന്ന പരാതി ഇന്നലെ തന്നെ ഉയർന്നതാണ്. അവിടെ ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. ഇന്നും അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പരിശോധന നിശ്ചയിച്ചിട്ടുള്ളത്. രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പരിശോധന തുടരും. ഒപ്പം മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്ന നടപടികളിലേക്കായിരിക്കും ഇനി പെട്ടെന്ന് കടക്കുക. അതിനായി ആളുകളെ തിരിച്ചറിയുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രതിസന്ധി. ആരെയും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ്. DNA പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്.